ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് ആ റിക്വസ്റ്റ് മറുപടി തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ റിക്വസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് ബാച്ച് നമ്മൾ ഒന്നാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ആയി ഒന്നാമത്തെ ബാച്ചിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം രണ്ടാമത്തെ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്താണ്, അത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ കൂടെ സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയട്ടെ. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ചെയ്യുന്നത്, അതായത് നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പറേഷൻസ് നടത്തുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് നടത്തേണ്ടത്? ഇപ്പോൾ PSCയുടെ ഒരു പുതിയൊരു സ്ട്രാറ്റജീസോ മറ്റ് മാറ്റങ്ങളൊക്കെ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റിന് ബാധിക്കുമോ, എന്താണ് അവിടെ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് പോകാം. അതാണ് നമ്മൾ നോക്കുന്നത്, ഏതാണ് മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കാം. അപ്പോൾ ഈ മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കണ്ടേ? അതായത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഒരു PSC എക്സാം എഴുതുമ്പോൾ ആ PSC എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു PSC ആസ്പിരന്റ് നോക്കുന്നതാണ് പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാമിനെ പറ്റി. പ്രീവിയസ് ഇയർ എക്സാം നടന്നോ, അത് എത്രത്തോളമാണ് എഫക്റ്റീവായി നടന്നിരിക്കുന്നത്, അതിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, അതേപോലെ തന്നെ അതിന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ഒരു PSC എക്സാം എഴുതുന്ന ആസ്പിരന്റ് നോക്കാറുണ്ട് ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പാറ്റേൺ നിർബന്ധമായിട്ട് നമ്മളവിടെ പോകണം. കാരണം എന്താ, കഴിഞ്ഞ എക്സാമിന് നടന്ന എന്താണ്, എത്രത്തോളം കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്ന് വന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ഒരു മാറ്റം എന്ന് പറയാൻ വേണ്ടി പറ്റുക, അതായത് നമ്മൾ കൊമേഴ്സ് സബ്ജക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് കൊമേഴ്സ് സബ്ജക്റ്റ് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈവൻ ഒരു വർഷത്തെ ബജറ്റ് വരുന്ന സമയത്ത്, യൂണിയൻ ബജറ്റും അതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റും വരുന്ന സമയത്തും ആ ബജറ്റിലെ മാറ്റങ്ങൾ തന്നെ നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റിന് എന്താണ് ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്താണ് നോക്കേണ്ട സബ്ജക്റ്റുകൾ, അല്ലെ എപ്പോഴും നമ്മൾ എന്താണ് നമ്മളെ കയ്യിൽ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ് നമ്മളെ കൊമേഴ്സ് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് നമ്മുടെ കൊമേഴ്സ് മേഖലയിൽ നടക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം, നിർബന്ധമായുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മാനേജ്മെന്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, മാനേജ്മെന്റ് എന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇവിടെ മാനേജ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? ആദ്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് മാനേജ്മെന്റ് ഒന്നാമത്തെ. പിന്നെ ആ മാനേജ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക്കുകളാണ് അടുത്തത്, അല്ലെ? ഏതാണ്? നാച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQM. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിലെ മാനേജ്മെന്റില്. അല്ല, ഞാനൊരു സബ്ജക്റ്റിന് മാത്രം എടുത്തു പറയുന്നതല്ലേ. അപ്പൊ ഈ മാനേജ്മെന്റ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എത്രയാണ്? 10 ചോദ്യങ്ങൾ. അതേപോലെ 10 മാർക്കാണ് നമുക്ക് ഇവിടെ നിന്ന് നേടാൻ വേണ്ടി സാധിക്കുക. 10 മാർക്കാണ് നേടാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഈ 10 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയ ഏതൊക്കെയാണ്? ഇത്രയും ഏരിയ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും ഏരിയ നമ്മൾ പഠിക്കണം. അപ്പൊ ചുരുങ്ങിയ ഏരിയ അല്ല, ഇത്ര ഏരിയ പഠിക്കണം. ഇത്ര ഏരിയ പഠിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരാൻ സാധ്യത ഉള്ളത്, അതേപോലെ ഈ ഏരിയ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 തരംതിരിക്കാം. അതെ, നോക്കിയേ, ആദ്യത്തെ ഏരിയ ഞാൻ തരംതിരിക്കുന്നത് ഒന്ന് നാച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് മുതൽ മാനേജ്മെന്റ് തോട്ട് വരെ ഞാൻ ഒന്നാമത്തെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അവിടെ വെച്ചു. പിന്നീട് അടുത്തത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, അതേപോലെ എവിടം വരെ, ഡയറക്ടിങ്, സ്റ്റാഫിങ്ങിന്റെ ഏരിയ വരെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത രണ്ടാമത്തെ പാർട്ടായിട്ട് ഞാൻ എടുത്തു. പിന്നെ ലീഡർഷിപ്പ് തിയറീസ്, മോട്ടിവേഷൻ തിയറീസ്, TQM അതിനെ 3ാമത്തെ പാർട്ടാക്കിയിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെ 3 പാർട്ടാക്കി ഞാൻ ഇതിനെ മാറ്റി. എന്നിട്ട് എന്താ ചെയ്യാം, ഈ 3 പാർട്ടിനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റണം. ഇവിടെ
മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ അവിടെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, അതേപോലെ മാനേജ്മെന്റ് എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം ലൈൻ വെച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് വന്നത് എങ്ങനെ, അതിൽ നിന്ന് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഓരോരോ മാനേജ്മെന്റ് എങ്ങനെയാണ് കൺവേർഷനിൽ വന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് തിങ്കേഴ്സ് ആരൊക്കെയാണ്, ഹെൻറി ഫയോള്, മാക്സ് വെബർ, FW ടൈലർ, ഇങ്ങനത്തെ മാനേജ്മെന്റ് തിങ്കേഴ്സ്, ഓതേഴ്സ് അല്ലെ, അവരെ പറ്റി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കണം. അപ്പൊ അവരെ പറ്റി പഠിക്കുമ്പോൾ എന്തൊക്കെയാ പഠിക്കേണ്ടത്, അവരുടെ സംഭാവനകൾ ഏതൊക്കെ. ഇപ്പൊ അവിടെ സയന്റിഫിക് മാനേജ്മെന്റ് ആരുടെ സംഭാവനയാണ് അല്ലെ, അതേപോലെ ട്രഡീഷണൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് എന്താണ്, ഇങ്ങനെയുള്ള ഓരോരുത്തരെ പറ്റി പഠിക്കുമ്പോഴും അവരുടെ സംഭാവനകളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ കൂടുതൽ എളുപ്പമാവും. പിന്നെ നമുക്ക് എന്താ, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ് എന്നുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഓരോരോ ഹെഡായിട്ട് നമ്മൾ പഠിക്കുക. പ്ലാനിങ്ങിനെ പറ്റി പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, പ്ലാനിങ്ങിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് പഠിക്കുക. ഓരോ ഹെഡിനെയും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ഏരിയ ലീഡർഷിപ്പ് തിയറീസ്, മോട്ടിവേഷൻ തിയറീസ്, TQM അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചില സമയത്ത് ഓർഗനൈസേഷൻ ബിഹേവിയർ ആയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ലീഡർഷിപ്പ് തിയറീസിനെ പറ്റി പഠിക്കുമ്പോൾ, TQMനെ പറ്റി പഠിക്കുമ്പോൾ, മോട്ടിവേഷൻ തിയറിനെ പറ്റി പഠിക്കുമ്പോൾ തിയറീസ് എന്താണ്, അതിന്റെ ഓതർ ആരാണ്, അതിനകത്ത് എങ്ങനെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ചോദ്യം വരാൻ സാധ്യതയുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം, അതായത് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അതല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന എക്സാമുകൾ, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എക്സാമുകൾ എന്തല്ലേ നിങ്ങൾക്ക് അറിയാന്നുള്ള, വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ഒരു എക്സാം ആണ് സെറ്റ് എക്സാം, അതേപോലെ നെറ്റ് എക്സാം, കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ആണ് അല്ലെ. അപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ മാത്രമല്ല, അതെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമുകൾ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഒരു എക്സാം ആയിരുന്നു HSST കൊമേഴ്സ്. ഇത്തരത്തില് കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എക്സാമുകളെ നമ്മൾ നോക്കുക. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇപ്പൊ കൊമേഴ്സിന്റെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ആ ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. അത്തരത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ വർക്കൗട്ടിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പർ ആയിട്ടും ക്വസ്റ്റ്യൻസിന് എങ്ങനെ ആൻസർ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം വരുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഏതൊരു ടോപ്പിക് എടുത്താലും നമുക്ക് എങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തുകൊണ്ട് ഭാഗങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ മാനേജ്മെന്റ് ആയിരിക്കാം, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്തൊരു ഏരിയ എടുക്കുമ്പോൾ എങ്ങനെ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇപ്പൊ ടാക്സിന്റെ ഏരിയ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ ടാക്സിന്റെ ഒരുപാട് ഏരിയ വരുന്നുണ്ട്. ടാക്സിന്റെ ഏരിയ വരുമ്പോൾ ഞാൻ 5 ഹെഡ്സിനെ ഒരു ഏരിയ ആക്കി മാറ്റി, ഡിഡക്ഷൻസിനെ മറ്റൊരു ഏരിയ ആക്കി മാറ്റി അല്ലെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോപ്പിക്കിനെ നമുക്ക് എങ്ങനെ മുറിച്ച് സബ് ടോപ്പിക് ആയിട്ട് മാറ്റാം, ആ സബ് ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനത്തെ ആണ് അവിടെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളത് എന്ന് നോക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠനം കൂടുതലായിട്ട് എന്താവും, നമ്മളെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആവും, കൂടാതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ഏരിയയിൽ നമുക്ക് 2 ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്ഡ് ബൈ FW ടൈലർ, പ്രൈമറിലി ഫോക്കസ്ഡ് ഓൺ, അതായത് FW ടൈലർ ഡെവലപ്പ് ചെയ്ത സയന്റിഫിക് മാനേജ്മെന്റ് ആദ്യമായിട്ട് പ്രൈമറി എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അവിടെ എന്താണ്, അവിടെ സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് വരുമ്പോൾ അവിടെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി അവിടെ നടത്തുന്നുണ്ട് അല്ലെ. അതായത് ഒരു ടാസ്കിനെ എങ്ങനെയാണ് സയന്റിഫിക്കലി ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുക എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ഇതില് B ആണ് ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് അല്ലെ. ഏതാണ് B ആണ് ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. ദി ക്ലാസിക്കൽ മാനേജ്മെന്റ് എറ എത്രയാണ്, 1880 മുതൽ 1930 വരെയുള്ളത്. വാസ് മെയിൻലി കൺസേൺഡ് വിത്ത്, ഈ ഒരു സമയത്തുള്ള എറ പ്രധാനമായിട്ടും കൺസേൺ ചെയ്തത്, അതായത് അത് ക്ലാസിക്കൽ മാനേജ്മെന്റ് ആണ്. എന്താണെന്നാണ് ചോദ്യം. നോക്കിയേ, ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ടീം വർക്ക്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എഫിഷ്യൻസി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇവിടെ എന്തായാലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം എന്താ, കുറച്ച് വലിയ പഴക്കമുള്ള ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇവിടെ വരുമ്പോൾ അന്നത്തെ കാലത്ത് അവിടെ പൂർണ്ണമായും നോക്കിയിരുന്നത് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതേപോലെ എഫിഷ്യൻസി ആയിരുന്നു. നമുക്കുണ്ടാവുന്ന ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ് ഓർഗനൈസേഷൻ, അതിന് എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്, അതായത് നമുക്ക് വർക്ക് ഡിവൈഡ് ചെയ്യാനും അതേപോലെ ഫോർമൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്താനൊക്കെ ഉള്ള എത്രത്തോളം അതിന് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ആദ്യത്തെ ഒരു ഏരിയ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റിന്റെ തോട്ടിന്റെ കാര്യം പറഞ്ഞു.
ആ ഒരു ഏരിയയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് സബ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആദ്യം പഠിക്കുക. ആ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളെ ഇത്തരത്തിലൊരു പഠനം മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്താ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമുക്കൊരു കോംബോ ആയിട്ടുള്ള പ്രൈസ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ജൂനിയർ അക്കൗണ്ടന്റ്, അതേപോലെ നിങ്ങൾ KS കാർഡ് പോലത്തെ അല്ലെങ്കിൽ JCAയുടെ CSCBയുടെ ഇത്തരത്തിലുള്ള എക്സാമുകൾ കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 കോഴ്സും കൂടി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. ഓഫർ പ്രൈസോട് കൂടി 2 കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അത് കൂടാതെ നമ്മൾ താഴെ നമ്മളെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കൂടെ നമുക്ക് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കൂടാതെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി അടുത്ത ഏരിയയുമായിട്ട്, അടുത്തൊരു ഏരിയ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടി പറ്റാം, അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.